ഇന്നലത്തെ ക്യാബിനറ്റിൽ കോട്ടയം ജില്ലയ്ക്ക് സുപ്രധാനമായൊരു നേട്ടം കൈവരിക്കുന്ന ഒരു തീരുമാനമുണ്ടായി. മുമ്പ് സെൻട്രൽ പബ്ലിക് സെക്ടറായിരുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് തരാതെ ലേലത്തിൽ പങ്കെടുത്ത് സംസ്ഥാന ഗവൺമെൻറ് പിടിച്ചതാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ്. അവർ പൂട്ടിയിട്ട് പോയ സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ പേപ്പർ നിർമ്മാണ ഫാക്ടറി ആരംഭിച്ചിട്ട് 2-3 വർഷം കഴിഞ്ഞു. അവിടുത്തെ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തി. ആ കോമ്പൗണ്ടിൽ തന്നെ റബ്ബർധിഷ്ഠിത വ്യവസായങ്ങൾ ആരംഭിക്കുന്ന നേരത്തെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് വന്നു. ഇന്നലത്തെ ക്യാബിനറ്റ് 741 കോടി രൂപയുടെ പുതിയ പദ്ധതിക്ക് അംഗീകാരം നൽകി. അത് നടപ്പാകുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. അത് ഈ ജില്ലയെ സംബന്ധിച്ചോളം വലിയ നേട്ടങ്ങളാണ്. അതോടൊപ്പം തന്നെ റബ്ബർ കൃഷിക്കാർക്ക് വലിയ രൂപത്തിൽ ആശ്വാസം പകരുന്ന പ്രവർത്തനം, സ്വാഭാവിക റബ്ബറിൻ്റെ സംഭരണവും അതുപയോഗിച്ചുള്ള പുതിയ മെറ്റീരിയൽ ഉൽപ്പാദനവും അടക്കമുള്ള കാര്യങ്ങൾ ആ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ഇരുന്ന സ്ഥലത്ത് വരാൻ പോവുകയാണ്. അപ്പം എൻ്റെ ബിൽഡിങ്ങെല്ലാം തീർന്നു കഴിഞ്ഞു. ബാക്കി അനുബന്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളിലേക്കാണ് ഇപ്പോൾ 741 കോടി രൂപ അനുവദിച്ചത്. അതുപോലെ പത്രക്കടലാസ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അത് നേരത്തെ തന്നെ ഞങ്ങൾ തുടങ്ങിയതാണ്. അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്ന ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചു. അതും വലിയ നേട്ടങ്ങളായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്നു എന്നത് ഈ വലിയ സംഭവങ്ങളാണ്. ഇപ്പം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഞങ്ങൾ പറഞ്ഞു. ഇപ്പോൾ കുമരകത്ത് ഒരു ഹെലിപോർട്ട് വരാൻ പോവുകയാണ്. ഹെലിപ്പാഡല്ല, ഹെലിപോർട്ട്. ഹെലിപ്പോർട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹെലിപോർട്ട് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം വിസിറ്റേഴ്സിനൊക്കെ വന്നിരിക്കാനുള്ള സൗകര്യങ്ങളോട് കൂടിയാണ് അത് ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് പാസ്സായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ അനന്തര നടപടിയിലേക്ക് പോകാൻ ആവശ്യം 5 കോടി രൂപയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അത് കുറേ കൂടി അവിടുത്തെ റിസോർട്ടുകാരെ എല്ലാം കൂടി ബന്ധപ്പെടുത്തി യോഗം വിളിച്ചിട്ട് വിപുലീകരിച്ച് ഭംഗിയായി നടത്താൻ വേണ്ടിയുള്ള ക്രമീകരണമാണ് ഇരിക്കുന്നത്. മറ്റൊരു കാര്യം, നെല്ല് സംഭരണ സംസ്കരണ വിപണന സംഘം ഈ ജില്ലയിൽ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കായി നിർമ്മാണ പ്രവർത്തനം. അതിന് ഗവൺമെൻറ് പ്രത്യേകമായി 10 കോടി രൂപയോടെ അനുവദിച്ചു. അപ്പോൾ അതും ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ ജില്ലയ്ക്ക് കിട്ടിയ അഭിമാനകരമായ നേട്ടങ്ങളുടെ രൂപത്തിൽ വരുന്നതാണ്. മറ്റു കാര്യങ്ങളെല്ലാം നാളെ ഇപ്പോൾ ഞങ്ങൾ നെല്ല് സംഭരണ സംസ്കരണ സംഘം നമ്മളൊരു മില്ലാണ് അവിടെ നമുക്കൊരു 80,000 മെട്രിക് ടൺ നെല്ല് സംസ്കരിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രാപ്തിയുള്ള മില്ലാണ്. ഒരെണ്ണം പാലക്കാട്ടും ഒരെണ്ണം കോട്ടയത്തുമാണ് തീരുമാനിച്ചത്. പാലക്കാട്ടെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടുത്തെ നിർമ്മാണം പൂർത്തീകരിക്കാറായി. നമുക്കൊരു മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോഴേക്ക് ഉദ്ഘാടനം ചെയ്ത് 2026 തന്നെ നമുക്ക് അവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന രൂപത്തിലേക്ക് വരുന്നു എന്നുള്ളത്. അതിന് 10 കോടി രൂപ ഈ ബഡ്ജറ്റിൽ മാറ്റി തരികയും ചെയ്തു. നേരത്തെ നമ്മൾ നബാർഡിൻ്റെ സഹായത്തോടു കൂടിയാണ് തുടങ്ങിയത്. നബാർഡ് 75 കോടി രൂപ നമുക്ക് വായ്പ തന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പിന്നെ ഒരു കൺസോർഷ്യം നമ്മൾ സഹകരണ മേഖല ഉണ്ടായി. മറ്റൊരു സന്തോഷ വാർത്തയോടെ ഉള്ളത് SPCSൻ്റെ സ്ഥലത്ത് നമ്മൾ നിർമ്മിച്ച അക്ഷര മ്യൂസിയം സഹകരണ വകുപ്പ് തുടങ്ങിയതാണ്. 15 കോടി രൂപ മുടക്കിയാണ് നമ്മളത് നിർമ്മിച്ചത്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ കിഫ്ബി നമുക്ക് 20 കോടി രൂപയോടെ തന്നിരിക്കുന്നു. അതിൻ്റെ പ്രോജക്റ്റ് ASOI ഭരണാനുമതികൾ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്ത് അതും അടുത്ത ദിവസം ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. കോടതി ഈ കാര്യത്തെ സംബന്ധിച്ചോളം നമ്മൾ ഏതാണ്ട് സ്ഥലമെടുപ്പ് മണിമല വില്ലേജിലും അതുപോലെ എരുമേലി വില്ലേജിലും പൂർത്തീകരിക്കുന്നൊരു ഘട്ടം വന്നപ്പോഴാണ് അതിൽ കോടതി ഇടപെടലുണ്ടായ ചില പ്രശ്നങ്ങൾ. അതിലെന്താണ് അതിൻ്റെ ബാക്കി നിയമപ്രശ്നങ്ങളെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ത്വരിതഗതിയിലുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട്. ആ തടസ്സങ്ങളൊക്കെ നീക്കി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അത് സർക്കാർ ഭൂമി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് 2 അഭിഭാഷകർ സ്വകാര്യ അന്യായം കാഞ്ഞിരപ്പള്ളി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി കേസെടുക്കാനും പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് സർക്കാർ കൃത്യമായ രേഖകൾ കാണിച്ചില്ല, അതുകൊണ്ടാണ് പാലയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായത് എന്നുള്ളതാണ് ഇവരുടെ ഈ സ്വകാര്യ അന്യായത്തിൽ പറയുന്നത്. അല്ല, അത് സംബന്ധിച്ച് ഇപ്പുറത്തെ കോടതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട രേഖകളെല്ലാം ഇപ്പോൾ ഹാജരാക്കിയിട്ടുണ്ട്. അതിൻ്റെ അന്തിമ വിധി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. റെയിൽവേ പാതയുടെ ഇപ്പം നമ്മൾ വളരെ ത്വരിതഗതിയിൽ കാര്യങ്ങളുമായി നീങ്ങിയാണ്. ഇല്ല, അത് രാഷ്ട്രീയമല്ല, അതിനൊന്നും നമ്മൾ പറയാനില്ല. അത് ബോർഡ് സ്ഥിരീകരണം ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ തിരുവനന്തപുരം രാധാകൃഷ്ണൻ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡ് അന്ന് സർപ്ലസ് ഫണ്ടിൽ നിന്ന് അയ്യപ്പ സംഗമത്തിന് വേണ്ടി കൊടുത്ത 3 കോടി രൂപയുണ്ട്. അത് തിരികെ നൽകി എന്നതായിരുന്നു. പക്ഷേ ഇന്ന് സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് പറയുമ്പോഴത്തേക്ക് അവരിന്നലെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. കൊടുക്കണം വിശദീകരണം, ഞാൻ കയറി വിശദീകരിക്കേണ്ടത്. ഓക്കെ, യെസ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.